നമസ്കാരം, ഞാൻ മോഹനപിള്ള. എല്ലാവർക്കും ഈസി ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് SSLC മോഡൽ എക്സാമിനേഷന് വേണ്ടി കഴിഞ്ഞ വർഷം, അതായത് 2023 ഫെബ്രുവരി മാസത്തിൽ നടന്ന ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ്. തുടർന്ന് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. 10ാം ക്ലാസ്സിലേക്ക് വേണ്ടുന്ന റിവിഷൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കൃത്യമായി ഇത് കാണണം. ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. തുടർന്നും സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു അഭിപ്രായമെങ്കിലും എഴുതാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. सूचना: बीर बहूटी कहानी का अंश पढ़े और 1 से 3 तक के प्रश्नों के उत्तर लिखे. ബീർ ബഹൂട്ടി എന്ന കഥയുടെ താഴെ തന്നിരിക്കുന്ന പാസേജ് വായിച്ച് 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. പാസേജ് ഇതാണ്: യേ ക്യാ ഹോ ഗയാ ബേല? ഇതെന്ത് സംഭവിച്ചു? ബേല സാഹിലിനെ പരേശാൻ ഹോത്തെ ഹുയെ പൂച്ച. വളരെ ആകാംക്ഷയോടെ സാഹിൽ ചോദിച്ചു. ചത്സേ ഗിർഗയി, മച്ചിൽ നിന്ന് വീണു. ബേലാനെ ഹസ്തേ ഹുയെ കഹ, ബേല ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓർ കഹ, പിന്നീട് പറഞ്ഞു, ബഹുത്ത് ദിൻ ഹോഗയെ, കുറേ ദിവസങ്ങളായി. ആജ് കേൾക്കണ്ടീമേയും, ഇന്ന് PT പീരീഡിൽ ഗാന്ധി ചൗക്കുമേയും ലങ്കടി ഠാങ് കേലെങ്കേ, നമുക്കിന്ന് ഗാന്ധി ചൗക്കിൽ പോയി ലങ്കടി ഠാങ്ക് കളിക്കണം. നഹീ കേലെങ്കേ തേരെ സിർമേ ഫിർസേ ലഗ് ജായേഗി തോ, കളിക്കണ്ട, ഒരുപക്ഷെ നിന്റെ തലയിൽ ആ മുറിവ് ഇനി കൂടിയാലോ, വേദന എടുത്താലോ. നഹീം ലഗേഗി, ഇല്ല, പറ്റില്ല. ബേലാനെ ജിദ്ക്കി, അവൾ ശാഠ്യം പിടിച്ചു. ഇനി ഒന്നാമത്തെ ചോദ്യം, ബേലാക്കോ ക്യാ ഹോഗയ, ബേലയ്ക്ക് എന്താണ് സംഭവിച്ചത്? രണ്ടാമത് കിടക്കുന്ന ചത്ത് സേ ഗിർഗയി. രണ്ടാമത്തെ ചോദ്യം, ലങ്കടി ടാങ്ക് കേൽനെ സേ സാഹിലിനെ ബേലാക്കോ ക്യോം മനാക്കിയ, എന്തുകൊണ്ടാണ് ലങ്കടി ടാങ്ക് കളിക്കുന്നതിൽ നിന്ന് സാഹിൽ ബേലയെ വിലക്കിയത്? അതിന്റെ ആൻസർ, ബേലാക്കെ സിർപ്പർ ചോട്ട് ലഗി തി, ബേലയുടെ തലയിൽ ഒരു മുറിവുണ്ടായിരുന്നു. ഖേൽനെ പർ ഫിർ ചോട്ട് ലഗ്നെ കി സംഭാവന ഹെ, ആ മുറിവ് കളിച്ചാൽ വീണ്ടും വലുതാകാൻ അല്ലെങ്കിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇസിലിയെ, അതുകൊണ്ട് സാഹിലിനെ ബേലാക്കോ ഖേൽനെ സേ മനാക്കിയ, അതുകൊണ്ടാണ് സാഹില് ബേലയെ കളിക്കുന്നതിൽ നിന്ന് വിലക്കിയത്. മൂന്നാമത്തെ ചോദ്യം, കഹാനി കെ ഇസ് പ്രസംഗ് കെ ആധാർ പർ പട്കഥ കാ ഏക് ദൃശ്യ ലിഖേയും, ഈ തന്നിരിക്കുന്ന പാസേജിനെ ആസ്പദമാക്കി ഒരു പട്കഥയുടെ ഒരു ദൃശ്യം തയ്യാറാക്കാനാണ് പറയുന്നത്. പട്കഥ അല്ലെങ്കിൽ തിരക്കഥ തയ്യാറാക്കുമ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ സീനുകളായിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഓരോ സീൻ തയ്യാറാക്കുമ്പോഴും അതിൻ്റെ സ്ഥലം, സമയം, കഥാപാത്രങ്ങൾ ഇവയുണ്ടായിരിക്കണം. അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ വേഷഭൂഷ, പ്രായം തുടങ്ങിയവയും നമ്മൾ പ്രത്യേകം സൂചിപ്പിക്കണം. അതിനുശേഷം പ്രധാനമായിട്ടുള്ള കാര്യമാണ് സംഭാഷണം, സംവാദ്. അപ്പം അതാണ് ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പം അത് നമ്മുടെ പാസേജിനെ ആസ്പദമാക്കി എഴുതിയാൽ മതിയാകുന്നതാണ്. ഞാനിവിടെ മോഡലിന് ഒരെണ്ണം കൊടുത്തിരിക്കുന്നു. അത് ഇതുവരെ എഴുതി പഠിച്ചിട്ടില്ലാത്തവർ ഇത് മനസ്സിലാക്കി പഠിച്ചാൽ മതിയാവുന്നതാണ്. സ്ഥാൻ സ്കൂൾ കാ മൈതാൻ, സമയ് സുബഹ് 10 ബജെ, പാത്ര ബേല करीब 11 साल की लड़की स्कूल की यूनिफॉर्म पहनती है. രണ്ടാമത്തത് സാഹിൽ, കരീബ് 11 साल का लड़का स्कूल यूनिफॉर्म पहनना है. അടുത്തത് ദൃശ്യക വിവരണമാണ്. ദീപാവലി के बाद स्कूल खुला तो बेला के सिर पर सफेद पट्टी बांधी थी. ദീപാവലി വെക്കേഷന് ശേഷം സ്കൂൾ തുറന്നപ്പോൾ ബേല അവളുടെ തലയിലൊരു ബാൻഡേജ്, വെള്ള നിറത്തിലുള്ള ഒരു ബാൻഡേജ് കെട്ടിക്കൊണ്ടാണ് വന്നത്. ബഹ് ദേഖർ സാഹിൽ ഉസ്കെ പാസ് ആത്താ ഹെ, അത് കണ്ടുകൊണ്ട് സാഹിൽ അവളുടെ അടുക്കൽ എത്തുന്നു.
ഇനിയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യമായ സംവാദ് തുടങ്ങുന്നത്. സംവാദ്. സാഹിൽ പരേശാൻ ഹോക്കർ വളരെ വിവശതയോടുകൂടി തെരെ സിർപ്പർ ക്യാ ഹോ ഗയാ ബേല, നിന്റെ തലയിൽ എന്തു പറ്റി ബേല? ബേല ചത്സെ ഗിർക്ക് ചോട്ട് ലഗ് ഗയി, ആ മട്ടുപ്പാവിൽ നിന്ന് വീണ് തലയിൽ ഒരു മുറിവുണ്ടായി. സാഹിൽ വ കബു ഹുവ, അതെപ്പോഴാണ്? ബഹുത്ത് ദിൻ ഹോ ഗയി, കുറേ ദിവസങ്ങളായി. അബ് ദർദ് ഹേ നാ ഹേ ക്യാ, നിനക്ക് വേദനയില്ലേ? നൈൻ, ഇല്ല. ആജ് ഖേൽ ഖണ്ഡിമേ ഹം ഗാന്ധി ചൗക്ക് മേ ലങ്കടി ടാങ് ഖേലെങ്കെ, നമ്മൾ ആ ഗാന്ധി പാർക്കിൽ പോയി ലങ്കടി ടാങ്ക് കളിക്കും. നഹീ ഖേലെങ്കെ, വേണ്ട വേണ്ട കളിക്കണ്ട. തെരെ സിർമേ ഫിർസെ ചോട്ട് ലഗ് ജായഗി തോ, നിനക്കുള്ള ആ മുറിവ് ഇനിയും ഉണ്ടായാലോ, അതുകൊണ്ട് വേണ്ട. ജിത് കർത്തേക്കുകയെ, അവള് ഒന്ന് ചിണുങ്ങിക്കൊണ്ട്. നഹീലക്കേക്ക്, വേണ്ട വേണ്ട. തൊട്ടേക്ക്, ശരി. ധനോ ഖുഷി സെ കക്ഷാമേം ജാക്കർ ബൈഠത്തെ, രണ്ടുപേരും ആ ക്ലാസ്സിലേക്ക് പോയി ഇരിക്കുന്നു. അടുത്ത 4ാമത്തെ ചോദ്യം, അടുത്ത സൂചന. ബच्चे काम पर जा रहे हैं, कविता की पंक्तियां पढ़े और 4 से 6 तक के प्रश्नों के उत्तर लगे. बच्चे काम पर जा रहे हैं എന്ന കവിതാഭാഗം വായിച്ച് 4 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ക്യാ अंतरिक्ष में गिर गई है सारी गेंदें, क्या दीमकों ने खा लिया है सारी रंग बिरंगी किताबों को, क्या കാലേ പഹാഡ് കെ നീച്ച് ദബ് ഗയേ ഹേ സാരേ ഖിലൗനെ. നമുക്ക് പാസേജ് പരിചയമുള്ളതാണ്. ചോദ്യം, കാലാ പഹാഡ് മേ വിശേഷണ ശബ്ദ കോൻസാ ഹെ. കാലാ പഹാഡ് എന്നുള്ളതിലുള്ള വിശേഷണ ശബ്ദം എന്താണ്? വിശേഷണം എന്ന് പറഞ്ഞാൽ നാമവിശേഷണം അല്ലെങ്കിൽ അഡ്ജക്റ്റീവാണ്. ഒരു നാമത്തെ അല്ലെങ്കിൽ സർവ്വനാമത്തെ വിശേഷിപ്പിക്കുന്നതാണ്. ഇവിടെ പഹാഡിനെ വിശേഷിപ്പിക്കുന്നതാണ് കാല. അപ്പോൾ ഇത് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ, സാധാരണ ഇങ്ങനെ ഒരെണ്ണം തരുമ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ പോലും മിക്കവാറും ആദ്യം കിടക്കുന്ന വാക്കായിരിക്കും വിശേഷണ ശബ്ദം. 5ാമത്തെ ചോദ്യം, നിമ്നലിഖിത് ആശി വലി പങ്ക്തിയാൻ ചുൻകർ ലിഖേ. താഴെ പറയുന്നത് ആ ഒരു ഗദ്യരൂപത്തിൽ നമുക്കൊരർത്ഥം തന്നിട്ടുണ്ട്. അതിന് തുല്യമായി ഇതിൽ വരുന്ന ആ ആശയം ഉൾക്കൊള്ളുന്ന വരികൾ ഏതാണെന്ന് വെച്ചാൽ അത് എഴുതാനാണ് പറയുന്നത്. രംഗ് ബിരംഗി കിതാബോं के होते हुए भी बच्चे पढ़ने से वंचित है. അതിന് തുല്യമായി വരുന്നത് ഏതാണ്? ഈ ആശയം വരുന്ന 2 വരി നമുക്ക് എഴുതിയാൽ മതി. ക്യാ ദീമകോं ने खा लिया है सारी रंग बिरंगी किताबों को. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം, കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശ കാ ആശയ ലിഖേ. കവിതയുടെ ഈ വരികളുടെ ആശയം എഴുതാനാണ് പറയുന്നത്. അതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കവിയുടെ പേര് ഉണ്ടാവണം, കവിതയുടെ പേര് നമ്മൾ എഴുതണം. ഞാൻ മോഡൽ ഒരെണ്ണം കൊടുത്തിരിക്കുന്നത് നോക്കാം. പ്രസ്തുത പങ്ക്തിയാണ് ആധുനിക ഹിന്ദി के प्रमुख कवि श्री राजेश जोशी की सुंदर कविता बच्चे काम पर जा रहे हैं से ली गई है. മനസ്സിലായല്ലോ? രാജേഷ് ജോഷി എന്ന കവിയുടെ ബച്ചേ കാം പർ ജാ രഹേ ഹേ എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇസ്മേം ഇതിൽ കവി ബാലശ്രമ की समस्या पर तीखा प्रहार करते हैं. ബാലശ്രമത്തിന്റെ ബാലവേലയുടെ ആ പ്രശ്നത്തെക്കുറിച്ചാണ് ഇതിൽ തീക്ഷ്ണമായി കവി പറയുന്നത്. ചോട്ടെ ചോട്ടെ ബച്ചെ പഠനയ്ക്ക് ബജായ്, ചെറിയ ചെറിയ കുട്ടികൾ പഠിക്കുന്ന ആ സമയത്ത് കാം കർണേ കേ ലിയേ ജാ രഹേ ഹേ, ജോലി ചെയ്യുവാനായി പോകുന്നു. ഈ ഭയാനക ദൃശ്യ ദേക്കർ, ഭയാനകമായ ഈ ദൃശ്യം കണ്ട് കവി പൂച്ചത്തെ ഹെക്കി, കവി ചോദിക്കുന്നു, ക്യാ സാരി ഗേന്ദയും അന്തരീക്ഷമേ ഗിർ ഗയി ഹേ, പന്തുകളെല്ലാം അന്തരീക്ഷത്തിൽ മുങ്ങിപ്പോയോ? സാരി രംഗ് ബിരംഗി കിതാബോं को दीमकों ने खा लिया है, ഖാലിയാക്ക, പല വർണ്ണങ്ങളിലുള്ള സുന്ദരമായ പുസ്തകങ്ങളെല്ലാം ചിതിലുകൾ അരിച്ചുപോയോ? ക്യാ സാരേ ഖിലൗനെ കാലേ പഹാഡ് കെ നീച്ചെ ദബ് ഗയേ ഹേ, കളിപ്പാട്ടങ്ങളെല്ലാം പർവ്വതങ്ങളിൽ താണുപോയോ? ഗേന്ദയും കിതാബേയും और खिलौने बच्चों के मनोरंजन एवं मानसिक विकास का साधन है. പന്ത്, പുസ്തകങ്ങൾ, കളിപ്പാട്ടങ്ങൾ ഇവയെല്ലാം കുട്ടികളുടെ മാനസിക സന്തോഷത്തിനും മാനസിക വികാസത്തിനും വേണ്ടിയുള്ള സാധനങ്ങളാണ്. ഇൻ സബ് സബ്സെ യേ ബച്ചെ വഞ്ചിത് ഹേ,
ഇതിൽ നിന്നെല്ലാം കുട്ടികൾ വഞ്ചിതരായിരിക്കുന്നു. ബച്ചോങ്കോ കുട്ടികൾക്ക് പഠനെ കി സുവിധായെയും പഠിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഉപലബ്ധ കരാന പ്രാപ്തമാക്കി കൊടുക്കുക എന്നുള്ളത് ഹമാര കർത്തവ്യ ഹേ, നമ്മളുടെ കർത്തവ്യമാണ്. ബാലശ്രമത്തെ പ്രതി, ബാലശ്രമത്തോട്, ബാലവേലയോട് ഹമാര ധ്യാൻ ആകർഷിത് കർണേ വാലി യഹ് കവിത ബിൽക്കുൽ പ്രാസംഗിക് ഓർ അച്ചി ഹേ, വളരെ പ്രാസംഗികവും സമകാലീനവുമാണ്. കവിത की ഭാഷ, കവിതയുടെ ഭാഷ അത്യന്ത സരളീയവും ഹമയും ചിന്തിത് കർണേക്ക് പ്രേരണ ദേനെ വാലി ഹേ, നമ്മളെ ചിന്തിപ്പിക്കുന്നതിനും ഉപകരിക്കുന്ന തരത്തിലുള്ളതാണ്. അടുത്ത സൂചന, ठाकुर का कुआं कहानी का अंश पढ़े और 7 से 9 तक के प्रश्नों के उत्तर लिखेയും. ഠാക്കൂർ കാ കുആ എന്ന കഥയുടെ ഭാഗം വായിച്ച് 7 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഠാക്കൂർ കോൻ ഹേ കോൻ ഹേ, ആരാണ് ആരാണ്, പുകാർത്തെ ഹുയെ കുയിം കി തരവ് ആ രഹേ ദേ എന്ന് ചോദിച്ചുകൊണ്ട് കിണറിന്റെ ഭാഗത്തേക്ക് ഓടി വരികയായിരുന്നു. അവർ ഗംഗി ജഗത് സേ കൂത് കർ ഭാഗി ജാ രഹി ഥി, ഗംഗി ആ കിണറിൽ നിന്നും ചാടി ഓടിപ്പോയി. घर पहुंचकर देखा कि जोकू लोटा मुंह से लगाए वही മൈല ഗന്ധാ പാനി പീ രഹാ ഹേ, വീട്ടിലെത്തിയപ്പോഴേക്കും അവൾ കാണുന്നത് ജോക്കു ആ ലോട്ടയിലുണ്ടായിരുന്ന ആ മോശമായ വെള്ളം കുടിക്കുന്നതാണ് അവൾ കണ്ടത്. 7ാമത്തെ ചോദ്യം, ജോക്കു കെ ബദലെ ഗംഗി കാ പ്രयोग करके വാക്യ ബദൽ കർ ലിഖേ. താഴെ ഒരു പാസേജ്, ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. അതില് ജോക്കു എന്നുള്ളതിന് പകരം ഗംഗിയാക്കി മാറ്റണം. ജോക്കു പാനി പി രഹാഹേ, ജോക്കു പുല്ലിംഗമാണ്, പുല്ലിംഗ ഏകവചനമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതിന് ഗംഗിയാകുമ്പോൾ അത് സ്ത്രീലിംഗമായി മാറും. അപ്പോ ഗംഗി പാനി പി അരഹി ഹേ. അടുത്ത ചോദ്യം, ഗംഗി കിസ്കോ ദേഖ് കർ ജഗത് സേ കൂത് കർ ഭാഗിനെ ലഗി, അവൾ ഓടാൻ തുടങ്ങിയത് ആരെ കണ്ടിട്ടാണ്? 3ാമത് കിടക്കുന്ന ഠാക്കൂർ കോ ദേഖ് കർ. 9ാമത്തെ ചോദ്യം, ഇസ് പ്രസംഗ് കെ ആധാർ പർ ജോക്കു ഓർ ഗംഗി കെ ബീച്ച് കെ വാർത്താലാപ് ലിഖേ. അടുത്ത ഒരു സംഭാഷണം എഴുതാനാണ്, അതിനൊരു ചോയ്സ് കൂടെ തന്നിട്ടുണ്ട്. ജാതി സമ്പ്രദായം ഒരു ശാപമാണ്, ഈ വിഷയത്തെ ആസ്പദമാക്കി ഒരു ടിപ്പണി തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എഴുതാനുള്ളത് സംഭാഷണമാണ്, ഗംഗിയും ജോക്കുവും തമ്മിലുള്ള സംഭാഷണം. വാർത്താലാപ്. ഗംഗി, അരേ യേ ക്യാ കർ രഹേ ഹേ, എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? ജോക്കു, പ്യാസ് കെ മാരെ മൈൻ ധോടാ പാനി പീ രഹാ ഹും, ദാഹം സഹിക്കവയ്യാതെ ഞാൻ അല്പം വെള്ളം കുടിക്കുന്നു. യഹ് തോ ഗന്ധാ പാനി ഹേനാ, ഇത് ചീത്ത വെള്ളമല്ലേ. ക്യാ കരൂ, എന്ത് ചെയ്യാം. ഗല സൂക്ക് രഹാ ഹേ, എന്റെ കഴുത്ത്, എന്റെ തൊണ്ട വരണ്ടു പോകുന്നു. ജാൻതി നാ ഗന്ധേ പാനി സെ ബീമാരി ബടേഗി, നിങ്ങൾക്കറിയില്ലേ ഈ ചീത്ത വെള്ളം കുടിച്ചാൽ രോഗമുണ്ടാകുമെന്ന്? ഹാം, എനിക്കറിയാം. തോ പാനി ലേനെ ഗയി ഥീന, നീ വെള്ളം എടുക്കാനല്ലേ പോയത്? പാനി മിലാക്കിയ, നിനക്ക് വെള്ളം കിട്ടിയോ? നഹീം ജാൻ ബച്ചി ഗയി ഇത്തന ഹി, ഇല്ല, മാത്രമല്ല എന്റെ ജീവൻ രക്ഷിച്ചുകൊണ്ട് പോയിരുന്നു, അത്രമാത്രം. മൈനെ പഹലെ ഹി ബതായാ ഥാന, ഞാൻ മുന്നേ നിന്നോട് പറഞ്ഞിരുന്നില്ലേ. പാനി ഫർ രഹി ഥി, വെള്ളം ഞാൻ നിറച്ചിരുന്നു. ഖടാ കുയേം കെ മുഹത്തക്ക് ആയാ ഥാ, കുടം കിണറിന്റെ മുകളിൽ വരെ എത്തിയിരുന്നു. ലേക്കിൻ, പക്ഷേ ബാബരെ ക്യാ ഠാക്കൂറിനെ തുമേ ദേഖ, അയ്യോ ഠാക്കൂർ നിന്നെ കണ്ടോ? നഹീം മയും ജഗത് സേ കൂത് ഭാഗി, ഞാൻ കിണറിൽ നിന്ന് ചാടിപ്പോയിരുന്നു. ഹേ ഭഗവാൻ, ദൈവമേ, പീനേക്കാ പാനി ലേനേക്കാ ഫി ഹക് നഹീം, കുടിക്കാനുള്ള വെള്ളം പോലും എടുക്കാനുള്ള അവകാശമില്ലേ. മൈല പാനി ഹി പീലു, ആ ചീത്ത വെള്ളം തന്നെ കുടിക്കാം. 9ാമത്തെ ചോദ്യത്തിന് ഒരു ചോയ്സ് ഉള്ളത്, ജാതി പ്രഥ അഭിശാപ് ഹേ, ജാതി സമ്പ്രദായം ഒരു ശാപമാണ്. ഈ വിഷയത്തെ ആസ്പദമാക്കി ടിപ്പണി ലിഖയും, ടിപ്പണി എഴുതാനാണ്. പോയിന്റുകളൊക്കെ തന്നിട്ടുണ്ട്, പോയിന്റുകൾ ഡെവലപ്പ് ചെയ്ത് എഴുതിയാൽ മതിയാകുന്നതാണ്. അപ്പൊ ഞാൻ മോഡൽ ഒരെണ്ണം കൊടുത്തിരിക്കുന്നു, നമുക്ക് പരിശോധിക്കാം. ഹമാരേ സമാജമേയും, നമ്മളുടെ സമൂഹത്തിൽ ജാതി ഭേദ് ഏക് ബഡി സമസ്യ ഹെ, ജാതി സമ്പ്രദായം ഒരു വലിയ സമസ്യയാണ്, ഒരു പ്രശ്നം തന്നെയാണ്. ആത്മീ ജന്മസേ നഹീം, മനുഷ്യർ ജന്മം കൊണ്ടല്ല, കർമ്മസേ
മഹാൻ ബൻതാ ഹെ. കർമ്മം കൊണ്ടാണ് മഹാന്മാരായി മാറുന്നത്. ജാതിക്ക് നമ്പർ, ജാതിയുടെ പേരിൽ മനുഷ്യക്കോ അലഗ് അലഗ് വിഭാഗവുമേയും ബാണ്ഡ്ന അഭിശാപ് ഹെ. മനുഷ്യരെ പല വിഭാഗങ്ങളാക്കി മാറ്റുന്നത് ഒരു ശാപം തന്നെയാണ്. ഉച്ചജാതിക്ക് ലോക്, നിമ്നജാതിക്ക് ലോകോംസെ കഠിന മേഹനത്ത് കർവാത്തെ ഹെ. താഴ്ന്ന ജാതിക്കാരെ കൊണ്ട് ഉയർന്ന ജാതിക്കാർ കഠിനാധ്വാനം ചെയ്യിക്കുന്നു. ലേക്കിൻ ഉസേ ഉചിത് വേതൻ നഹി ദേത്ത. അവർക്ക് ഉചിതമായ വേതനവും കൊടുക്കുന്നില്ല. സാർവജനിക്ക് കുവേംസെ പാനി ഫർന. പൊതുകിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതിന്, ഇഷ്ടഭോജൻ കാന, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിന്, മന്ദിർമേ പ്രവേശ് കർണ, അമ്പലത്തിൽ പ്രവേശിക്കുക, ആദിക്ക് വിനയം നഹി മിൽത്ത, അതിനൊന്നും അവരെ അനുവദിക്കുന്നില്ല. ഉൻകെ ബച്ചോं को സ്കൂൾ में जाकर पढ़ने का അവകാശ തക്ക് നഹി ഹേ. അവരുടെ കുട്ടികളെ സ്കൂളിൽ പോയി പഠിപ്പിക്കാൻ പോലും ഉള്ള സ്വാതന്ത്ര്യമില്ല. നിമ്ന കഹേ ജാനെ വാലെ ലോഗോം സെ ചുവാ പാനി പീന. താഴ്ന്നവരെന്ന് പറയുന്ന ആളുകളെ തൊടുക, പാനി പീന, അവരിൽ നിന്ന് വെള്ളം വാങ്ങിക്കുടിക്കുക, ഭോജൻ ഖാന, ഭക്ഷണം കഴിക്കുക, കുവേം സെ പാനി ഭർന, കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുക, രാസ്തേമേ ഉൻസെ മിൽന, വഴിയിൽ വെച്ച് അവരെ കാണുക, ആദി ബാത്തോമേയും പാബന്തി തീ, അതിൽ തുടങ്ങിയവയെല്ലാം ഒരു കുറ്റം തന്നെയാണ്. നിമ്ന വർഗക്കെ ലോക് യേ സബ് സഹ്കർ ജീനേക്കോ വിവശ്. നിമ്നജാതിയിൽപ്പെട്ട ആളുകൾക്ക് ഇതൊക്കെ സഹിച്ചുകൊണ്ട് ജീവിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. ഉച്ചവർഗക്കെ ലോകോക്കെ ഹിതാനുസാർ, ഉന്നത വർഗക്കാരുടെ ആഗ്രഹമനുസരിച്ച് ഇൻ ഭേദഭാവം സേ, ഈ ഭേദഭാവങ്ങളിൽ നിന്ന് മുക്തി ആവശ്യക് ഹേ, മോചനം വളരെ ആവശ്യമാണ്. ജാതി പ്രഥാക്കോ, ജാതി സമ്പ്രദായത്തെ ഈ സമാജ് സെ നഹി ഇസ് ദേശ് സെ ദൂർ കർണാ ചാഹിയെ, ഈ സമൂഹത്തിൽ നിന്ന് മാത്രമല്ല ഈ രാജ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ ഇല്ലാതാക്കണം. ഇസ്സേ ഹി സമാജ് കി തഥാ ദേശിക്ക് ഭലായി ഹോത്തി ഹേ, എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് നന്മയുണ്ടാകുകയുള്ളൂ. അടുത്ത സൂചന, അയം കലാം കെ ബഹാനെ ഫിൽം ലേഖ അംശ് പഠേ. അയം കലാം കെ ബഹാനെ എന്ന ഫിൽമി ലേഖനത്തിന്റെ अंशम വായിച്ച് और 10 से 12 तक के प्रश्नों के उत्तर लिखें. 10 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. एक बार तो मुझे याद है कि मोहल्ले की किसी शादी में भी उसे वही नीली खाकी स्कूल यूनिफॉर्म पहने देख मैं हैरान रह गया था. നമ്മൾ ഒരു പാസേജാണ്, നമുക്കറിയാവുന്ന പാസേജാണ്. ഒരു തവണ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, ആ പ്രദേശത്തെ ഒരു വിവാഹത്തിന് അവൻ അതേ നീലികാക്കി സ്കൂൾ യൂണിഫോം, അവൻ ഇന്നും ധരിക്കാറുള്ള ആ സ്കൂൾ യൂണിഫോം ധരിച്ചുകൊണ്ട് തന്നെ വന്നു. ഞാനത് കണ്ട് അതിശയിച്ചു പോയി. ഇതാണ് പാസേജ്. 10ാമത്തെ ചോദ്യം, സഹി പ്രസ്താവ് ചുൻകർ ലിഖിയും. ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് തിരഞ്ഞെടുത്തെഴുതുക. 4 കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് ആദ്യം കിടക്കുന്നതാണ്, മോർപാൽ ഹമേഷ സ്കൂൾ യൂണിഫോം പാൻതാത. മോർപാൽ എപ്പോഴും സ്കൂൾ യൂണിഫോം ധരിച്ചിരുന്നു. അടുത്ത 11ാമത്തെ ചോദ്യം, സഹി വികൽപ്പ് ചുൻകർ ലിഖേ. ശരിയായ വികല്പം തിരഞ്ഞെടുത്ത് എഴുതുക. അതിൽ 2ാമത് കിടക്കുന്ന മൈം പ്ലസ് കോയാണ് മുച്ചേ, അതാണ് ശരി. അടുത്ത 12ാമത്തെ ചോദ്യം, പ്രത്യേക പാത്രക്ക് വിശേഷതായെയും ചുൻകർ താലികാക്കി പൂർത്തീകരെ. അതിനകത്ത് ഒരു 4 പാസേജ് തന്നിട്ടുണ്ട്. അതിൽ 2 കഥാപാത്രങ്ങൾക്ക് യോജിച്ചത് എടുത്തെഴുതാനാണ് പറയുന്നത്. അത് മോർപാലിനും മിഹിറിനും ആ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വരച്ചെഴുതുന്നതാണ് നല്ലത്. നമുക്കത് പരിശോധിക്കാം. രാജ്മാ ചാവൽ പസന്ത് കർത്താത്ത. രാജ്മാ ചാവൽ ആർക്കായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത്? മോർപാലിനാണ്. 2ാമത്തത് ചാച്ച് പസന്ത് കർത്താത്ത. മോര് ഇഷ്ടപ്പെട്ടിരുന്നത് മിഹിറാണ്. 3ാമത്തത് റോസ് സ്കൂൾ ജാന പസന്ത് കർത്താത്ത. അത് മോർപാലാണ്, എന്നും സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. ചുട്ടിക്ക് ദിൻ ഘർ പർ നാച്ച കത്താത്ത. അവധി ദിവസങ്ങളിൽ വീട്ടിൽ തുള്ളിച്ചാടുമായിരുന്നു. അത് മിഹിറാണ്. അടുത്ത സൂചന, ഗുട്ട്ലി തോ പരായി ഹേ കഹാനിക്ക് അംശ പഠേ. ഗുട്ട്ലി തോ പരായി ഹേ എന്ന കഥയുടെ ഭാഗം വായിച്ച് പ്രശ്ന 13 और 14 के ഉത്തർ ലിഖേം. 13, 14 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക.
പാസേജ് ഇതാണ്. ഇത്നമേയും ഇതിനിടയിൽ മാം ഉസേ ഢൂണ്ഡ്തി വഹാം ആ പൗഞ്ചി, അവളെ അന്വേഷിച്ച് അവിടെ എത്തി. അമ്മ അവളെ അന്വേഷിച്ച് അവിടെ എത്തി. ഗുട്ട്ലി കോ ഉദാസ് ദേക്ക്, അവളുടെ ആ വിവശത കണ്ട് ഗലേലെ ഗാക്കർ ബോലി, അവളെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ബേട്ടാ ബുവാ കി ബാത് കാ ബുരാ മത് മാനാ, ബുവ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ നല്ല രീതിയിൽ ഇപ്പോൾ എടുക്കണ്ട. അവർ ജോ കൽ ഹോനാ ഹെ, നാളെ സംഭവിക്കാനുള്ളത് ഉസെ ലേക്കർ ആജ് ക്യോം പരേശാൻ ഹോന, നാളെ സംഭവിക്കാനുള്ളതിനെ ഓർത്ത് ഇന്നെന്തിനാണ് വിഷമിക്കുന്നത്. യേ ദിൻ ഫിർ ലൗഡ് കെ നഹി ആനെ വാലെ ഹെ, ഇന്നത്തെ ദിവസം നമുക്കിനി ഒരിക്കലും കിട്ടുന്ന ദിവസമല്ല. ഇനിയും ജി ഫർക്കേ ജീലേയും, അതുകൊണ്ട് ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ ജീവിക്കുക. മാം കി ബാത്തോം സേ, അമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഗുട്ട്ലി ഓർ ഫി ഹതാശ് ഹോ ഗയി, കുറെ കൂടി നിരാശ ഉണ്ടാകുകയാണ് ചെയ്തത്. 13ാമത്തെ ചോദ്യം, ജോ കൽ ഹോനാ ഹേ ഉസേ ലേക്കർ ആജ് ക്യൂം പരേശാൻ ഹോന, യേ കിസിനെ കഹ, ആരാണ് ഇത് പറഞ്ഞത്? ആൻസർ, അമ്മയാണ് പറഞ്ഞത്, മാംനെ. 14ാമത്തെ ചോദ്യം, മാം കി ബാത്തേ സുൻകർ ഗുട്ട്ലി നിരാശ് ഹുയി, അമ്മയുടെ വാക്കുകൾ കേട്ട് ഗുട്ട്ലി വളരെ നിരാശയായി. യഹ് അപ്നി സഹേലി കോ പത്ര ലിഖ്തി ഹെ, അവൾ അവളുടെ കൂട്ടുകാരിക്ക് കത്തെഴുതുകയാണ്. യഹ് പത്ര കൽപ്പന കർക്കെ ലിഖേ, നമ്മളുടെ ഭാവന അനുസരിച്ച് ഒരു കത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കത്തെഴുതുമ്പോൾ നമുക്കറിയാം, സ്ഥലമുണ്ടായിരിക്കണം, തീയതി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഒരു നല്ല അഭിസംബോധന ഉണ്ടായിരിക്കണം, സല്യൂട്ടേഷൻ ഉണ്ടായിരിക്കണം. പിന്നീട് ബോഡി ഓഫ് ദി ലെറ്റർ, ആ കത്തിന്റെ ഭാഗം, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഒരു ക്ഷേമ അന്വേഷണങ്ങളൊക്കെ തുടങ്ങി. എന്നിട്ട് നമുക്ക് പാസേജിൽ പറഞ്ഞിരിക്കുന്ന ഭാഗത്തെ ആസ്പദമാക്കി നമുക്ക് ഒരു കത്തെഴുതണം. എന്നിട്ടൊരു നല്ല ഒരു കോംപ്ലിമെന്ററി ക്ലോസ് ഉണ്ടാവണം. പിന്നീട് ഒപ്പ്, പേര്, പിന്നീട് അഡ്രസ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു കത്തെഴുതുമ്പോൾ ഉണ്ടാകേണ്ടത്. അപ്പോൾ ഒരു മോഡലിനായി ഞാനിവിടെ ഒരെണ്ണം കൊടുക്കാം. ആദ്യം സ്ഥലം, തീയതി. ഇപ്പം നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്ന സ്ഥലങ്ങളൊന്നും എഴുതരുത്, പരീക്ഷയ്ക്ക് എഴുതരുത്. അതുപോലെ തീയതി. പിന്നീട് നമ്മൾ ഒരു സല്യൂട്ടേഷനാണ്, അഭിസംബോധനയാണ്. പ്രിയ സഹേലി, പ്രിയപ്പെട്ട കൂട്ടുകാരി. തും കൈസി ഹോ, നിനക്ക് എങ്ങനെയുണ്ട്? കുശൽ ഹോന, സുഖം തന്നെയല്ലേ? മൈ വെഹാൻ ടീക്കുഹും, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. തുമാരി കൊയ് ഖബർ നഹീം, നിന്നെക്കുറിച്ചൊരു വിവരവുമില്ല. കുച്ച് ദിനോം സേ, കുറെ ദിവസങ്ങളായി നിന്നെക്കുറിച്ചൊരു കാര്യവും അറിയുന്നില്ല. യക് കാസ് ബാത്ത് ബദാനെ കേലിയമയും യക് പത്ര ഭേജ് രഹീഹും, ഒരു വിശേഷ കാര്യം പറയാൻ വേണ്ടിയാണ് നിനക്ക് ഞാൻ ഈ ഒരു കത്തെഴുതുന്നത്. സിന്ദഗിമേ, ജീവിതത്തിൽ പെഹ്ലി ബാർ യേക്ക് ലട്കി ഹോനെ പർ നിരാശ കാ അനുഭവ് ഹോത്തി ഹെ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു പെൺകുട്ടിയായി പോയതിലുള്ള നിരാശയുണ്ടായത്. ലട്കെ ജയ്സെ ബി ചലേം, ആൺകുട്ടികൾക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം. ഓർ ജയ്സെ ബി ബാത് ചിത് കരയും, എങ്ങനെ വേണമെങ്കിലും കാര്യം പറയാം, സംഭാഷണം നടത്താം. ലട്കിയോക്കോ കുച്ച് ഭി കർണേക്ക് സ്വതന്ത്രത നഹി, പെൺകുട്ടികൾക്ക് ഒന്നും ചെയ്യാനും പറയാനുമുള്ള സ്വാതന്ത്ര്യമില്ല. ബുവാനെ കഹാ കി മേരാ ഘർ അപ്നാ നഹി ഹെ, ബുവ പറയുകയാണ് ഈ വീട് എന്റേതല്ലെന്ന്. ബഹുതോ പരായ ഹെ, ഇത് മറ്റുള്ള ആരുടെയോ വീടാണെന്ന്. പർ യിസ് ഘർ മേം ഹി മയും പൈദാ ഹി ഹും, എന്നാൽ ഈ വീട്ടിൽ തന്നെയാണ് ഞാൻ ജനിച്ചത്. ഫിർ യഹ് ഘർ മേരെ ലിയേ ക്യോം പരായ ഹുവാ ഹെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ജനിച്ച ഈ വീട് എനിക്ക് അന്യമാകുന്നത്? ബുവാ കെ അനുസാർ ലട്കിയാം സസുരാൽ കോ അപ്നാ ഘർ മാനേ, ബുവ പറയുന്ന അനുസരിച്ചാണെങ്കിൽ പെൺകുട്ടികൾ അവരുടെ ഭർത്താവിന്റെ വീടാണ് അവരുടെ വീട്. മുച്ചേ സബ് ബാത്തേം സമച്ചനേക്ക് അക്ൽ നഹി ആയി ഹെ, എനിക്ക് എല്ലാം മനസ്സിലാക്കാനുള്ള ബുദ്ധിയായിട്ടില്ല. മേരി പ്രതീക്ഷ ഇഹ്ദി കി, ഇങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വിഷി പർ മാം മേരി സഹായത കർത്തി, അമ്മ എന്നെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കിന്തു, എന്നാൽ വേ ഭി ബുവാക്ക സാത്ത് ദേത്താദേക്ക്, അമ്മയും അവരോടൊപ്പം ചേർന്നപ്പോൾ മുച്ചേ ബഡാ ആഘാത് ഹുവ, എനിക്ക് വലിയ ആഘാതമായി. മൈ അപ്നാ ദുഃഖ് കിസ്സെ കഹൂം, എന്റെ ദുഃഖം ഞാൻ ആരോട് പറയും? കാശ് മൈ ഫി ഏക്ക് ലട്കാ ഹോത്താത്തോ കിത്തന അച്ഛാ ഹോത്ത, ഞാനും ഒരു ആൺകുട്ടിയായിരുന്നെങ്കിൽ എത്രമാത്രം നന്നായിരുന്നു. ആകെ മെയും യൈസി വ്യവഹാർ സഹി നഹി സക്തി, ഇനി ഞാൻ ഇങ്ങനെയുള്ള വ്യവഹാരങ്ങളൊന്നും പെരുമാറ്റമൊന്നും ഞാൻ സഹിക്കില്ല. ലട്കി ലട്കേക്ക് കഭി കം നഹി ഹെ, അവർ തമ്മിൽ ഒരു ഭേദഭാവവുമില്ല.
इस रूटी के विरुद्ध मैं जरूर आवाज उठाऊंगी. ഈ വൈരുദ്ധ്യത്തിനെതിരെ ഞാൻ പോരാടും, ശബ്ദമുയർത്തും. ക്യാ തും ഭി മേരെ സാഥ് ഹോഗി? നീ എന്നോടൊപ്പം ഉണ്ടാകുമോ? വാ തുമാരി പഠായി കൈസേ ഹോ രഹി ഹെ? അവിടെ നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? തും കബ് യഹാം ആവോഗി? നീ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? പരിവാർ വാലോം സേ മേരാ പ്രണാം കർണ. വീട്ടിലുള്ള എല്ലാവരെയും എന്റെ അന്വേഷണം അറിയിക്കണം. ജവാബ് പത്രിക്ക് പ്രതീക്ഷാമേയും, മറുപടി കത്തിന്റെ പ്രതീക്ഷയിൽ. തുമാരാ മിത്ര, നിന്റെ മിത്രം, പേര്, ഹസ്താക്ഷർ, പേര്. അപ്പുറത്ത് പേര്, അഡ്രസ്സ്. ഇതിനൊരു ചോയ്സ് ഉള്ളത് നമുക്കടുത്ത് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. മാർച്ച് 8 അന്തർരാഷ്ട്രീയ മഹിളാ ദിവസ്. മാർച്ച് 8 അന്തർദേശീയ മഹിളാ ദിവസമാണ്. ഇസ് അവസർ പർ അപ്നെ ആപ്കെ സ്കൂൾ മെയിൻ, ഈ സമയത്ത് നിങ്ങളുടെ സ്കൂളിൽ സ്ത്രീ പുരുഷയ്ക്ക് സമാനത, സ്ത്രീ പുരുഷ സമത്വം, ദേശിക്ക് പ്രഗതി കാ ആധാർ, രാജ്യത്തിന്റെ പുരോഗതിയുടെ ആധാരം അതാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി വിഷയ പർ ഏക് സംഗോഷ്ഠി ഹോനെ വാലി ഹെ, ഒരു സെമിനാർ നടക്കുന്നു. इसके लिए एक പോസ്റ്റർ തയ്യാർ കരേ. ഇതിന് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു പേജിൽ വേണം എഴുതാൻ, നല്ലൊരു ബോർഡർ ഉണ്ടാകണം, സ്ഥലം, സമയം തുടങ്ങിയ കാര്യങ്ങൾ അതിനകത്തുണ്ടായിരിക്കണം. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയണം. പടം വരയ്ക്കണം എന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ നമ്മൾ വലിപ്പത്തിലും പല വലിപ്പത്തിലുള്ള അക്ഷരങ്ങളിൽ നമുക്ക് ഇത് എഴുതുന്നതായിരിക്കും കൂടുതൽ ആകർഷണം. എന്നിട്ട് നല്ലൊരു ബോർഡറൊക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫുൾ മാർക്കും കിട്ടുന്നതാണ്. ഉദാഹരണത്തിനായി ഞാനിവിടെ ഒരെണ്ണം കൊടുത്തിരിക്കുന്നു. അത് കണ്ടു പഠിച്ച് നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാം. അടുത്ത സൂചന, സബ്സെ ബഡാ ഷോമാൻ ജീവനിക്കായ അംശ് പഠേം. സബ്സെ ബഡാ ഷോമാൻ എന്ന ജീവചരിത്രത്തിന്റെ ഈ ഭാഗം വായിക്കുക. പ്രശ്ന 15 और 16 के ഉത്തർ ലിഖേം. 15-16 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. പാസേജ് ഇതാണ്. ചാർലിനെ ജനതാമേയും ഗുദ്ഗുദി ഫൈലാദീഥി. ചാർലി ആ ആളുകളിൽ പുളകമണിയിച്ചു. ഉസ്കെ ബാദ് ഉസ്നെ ദർശകോൺസെ, അതിനുശേഷം കാണികളോട് ബാത്ചിത് കി, സംഭാഷണം നടത്തി. നൃത്യക്കിയ, നൃത്തം ചെയ്തു, ഡാൻസ് കളിച്ചു. ഓർ അപ്നി മാം സഹിത്, തന്റെ അമ്മ തുടങ്ങി കൈ ഗായകോങ്കി നക്കൽ ഉതാരി, അമ്മ തുടങ്ങി പല ഗായകരെയും അനുകരിക്കാൻ തുടങ്ങി. മാസൂമിയത് മേം ഉസ്നെ ധോടി ദേർ പഹലെ, നിഷ്കളങ്കതയോടുകൂടി അവൻ അല്പം മുമ്പ് ഫടി മാം കി ആവാസ്, അമ്മയുടെ പതറിപ്പോയ ശബ്ദം, അവർ ഉൻകെ ഫുസ്ഫുസാനേക്ക് ഭീ നക്കൽ ഉദാർ ദി, ആ മെല്ലെ മെല്ലെ ശബ്ദം നിന്നതും അവൻ അതുപോലെ അനുകരിച്ച് കാണിച്ചു. ഇവിടെ 15ാമത്തെ ചോദ്യം, നിഷ്കളങ്കത കേലിയെ, നിഷ്കളങ്കതയ്ക്ക് കണ്ടുമേ കോൻ സ ശബ്ദ് പ്രയുക്ത് ഹെ. ഈ പാസേജിൽ അനുയോജ്യമായ വാക്ക് ഏതാണ്? രണ്ടാമത് കിടക്കുന്ന മാസൂമിയത്താണ്. അടുത്ത 16ാമത്തെ ചോദ്യം, ചാർലിനെ ജനതാമയും ഗുദ്ഗുദി ബൈലാദി, അവരെ പുളകമണിയിച്ചു. ഇസ് അനുഭവಕ್ಕೆ ആധാർ പർ മാനേജറിനെ ഡയറി ലിഖി. മാനേജർ ഒരു ഡയറി എഴുതുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഡയറി എഴുതുന്നത് ദിവസത്തിന്റെ അവസാനമാണ്. അതുകൊണ്ട് മിക്കപ്പോഴും നമ്മൾ പാസ്റ്റ് ടെൻസിലായിരിക്കും എഴുതുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്ഥലം എഴുതണമെന്ന് നിർബന്ധമില്ല. പക്ഷേ തീയതി, ദിവസം ഇവ നമുക്ക് എഴുതണം. അതുപോലെ തന്നെ നമുക്ക് പൊതുവായി ഡയറിക്ക് എഴുതാൻ പറ്റുന്ന ചില വാക്യങ്ങളുണ്ട്. ഇന്ന് എന്തൊരു ദിവസമായിരുന്നു, ആജ് കാ ദിൻ കൈസാ ഥാ, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും, ഞാൻ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ആരോട് പറയും, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലൂടെ തുടങ്ങി നമുക്ക് ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ പാസേജിൽ നിന്ന് നമുക്കെടുത്ത് എഴുതാവുന്നതാണ്. അപ്പം ഞാനിവിടെ മോഡലിന് വേണ്ടി ഒരെണ്ണം കൊടുക്കുന്നു. आज का दिन मेरी जिंदगी का सबसे महत्वपूर्ण दिन था. ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്വപൂർണമായ ദിവസമാണ്. मैंने जो कुछ किया था वह बिल्कुल सही निकला. ഞാൻ ചെയ്തത് വളരെ ശരി തന്നെയായിരുന്നു. ചാർലി ബഹുത്ത് होशियारी से लोगों को अपने वश में कर लिया. ചാർലി
തൻ്റെ കലാവിരുത് കൊണ്ട് ജനങ്ങളെ താൻ പാട്ടിലാക്കിയിരുന്നു. കേവൽ 5 സാൽ കാ ബച്ച, വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി. ബഡി ചതുരായി ഹേ ഉസ്മേ, വളരെ സാമർഥ്യം അവനിൽ കണ്ടു. മുझे डर था कि 5 साल का लड़का उग्र भीड़ को झेल पाएगा क्या? ഈ 5 വയസ്സ് പ്രായമുള്ള കുട്ടി എങ്ങനെയായിരിക്കും ആ വലിയ ജനക്കൂട്ടത്തെ അഭിമുഖീകരിക്കുക എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഉസ്കാ ജാക്ക് ജോൺസ് ആ ഗാനവും ബഹുത്ത് അച്ചാനിക്കാല, നല്ല രീതിയിൽ അവൻ പാടി. ദൂസരോക്ക് നക്കൽ ഉദാഹരണ, മറ്റുള്ളവരെ അവരനുകരിച്ചു. നാച്ചിന, നൃത്തം ചെയ്തു. സബ് അച്ഛേ നിക്കലെ, എല്ലാം വളരെ നല്ല രീതിയിലായിരുന്നു. സ്റ്റേജ് പർ ലോഗ് ജംകർ പൈസേ ബർസിനെ ലഗ, ആളുകൾ പണം വാരിയെറിയാൻ തുടങ്ങി. താരീഫ് കർണേ ലഗെ, മൻ ഖുഷീസേ ഖിൽ ഉഠ്നെ ലഗ, അവനെ ആളുകൾ പുകഴ്ത്താൻ തുടങ്ങി. മനസ്സിന് വളരെ സന്തോഷമുണ്ടായി. ജരൂർ വഹ് ഏക് ബഡാ ഷോമാൻ ബനേഗ, അവനൊരു വലിയ ഷോമാനായി മാറും എന്നതിൽ ഒരു സംശയവുമില്ല. ഇതിനൊരു ചോയ്സ് ഉള്ളത്, ചാർലി കെ ഈ ഷോ കെ ബാരേമേ ഏക്ക് റിപ്പോർട്ട് തയ്യാർ കരേ, ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. ഈ പാസേജിനെ ആസ്പദമാക്കി റിപ്പോർട്ട് തയ്യാറാക്കുക. നമുക്ക് 2-3 പോയിന്റ് തന്നിട്ടുണ്ട്. മാം കി ആവാസ് ഫട്ട് ജാന, ചാർലി കോ മഞ്ച് പർ ലാന, ഗീത് ഗാന ഓർ നൃത്യ കർണ, ഗായകോം കി നക്കൽ ഉദാഹരണ. ഇത്രയും പാസേജ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്കൊരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്, ഒരു പത്രവാർത്ത തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്കൊരു സ്ഥലം ഇതിന് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഒരു ഹെഡിങ്ങും നമുക്കിതിന് വളരെ ആവശ്യമുണ്ട്. മാം കി ആവാസ് വടി ബേട്ട ബന ഷോമാൻ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. എന്തായാലും നമുക്ക് ഉചിതമായ ഒരു ഹെഡിങ് കൊടുക്കാം. ഞാൻ മോഡലിന് വേണ്ടി ഒരെണ്ണം കൊടുത്തിരിക്കുന്നു. ലണ്ടൻ കെ പ്രസിദ്ധ തിയേറ്റർ में पहली बार कदम रखा 5 साल का बच्चा चार्ली ने स्टेज पर चमत्कार कर दिया. गाते समय अपनी माम की आवाज को फटते देखकर मैनेजर के साथ वह स्टेज पर लाया गया. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. 5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. തൻ്റെ അമ്മ ഗായികയായിരുന്നു. ഗായികയായ അമ്മയുടെ ശബ്ദം ഇടറിയത് കണ്ടാണ് ഇവനെ സ്റ്റേജിലേക്ക് കയറ്റിയത്. ചാർലി നിഷ്കളങ്കദാസെ ഗാരകാത്ത, ചാർലി വളരെ നിഷ്കളങ്കതയോടുകൂടി പാടുകയായിരുന്നു. कि लोग प्रसन्न होकर स्टेज पर പൈസ ഫേങ്കിനെ ലഗെ, ആ പാട്ട് കൊണ്ട ആളുകൾ ആകൃഷ്ടരായി സ്റ്റേജിലേക്ക് പൈസ എറിയാൻ തുടങ്ങി. തബ് ചാർലിനെ ഗാന ബന്ദ് കർക്കെ, അപ്പോൾ പൈസ എറിയുന്നത് കണ്ടപ്പോൾ ചാർലി പാട്ട് അവസാനിപ്പിച്ചിട്ട് പൈസ ബഡോർനേക്ക് ബാദ്, പൈസ കളക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ആകെ ഗാനയ്ക്ക് ഘോഷണാക്കി, പിന്നീട് പാടാവുന്നവൻ മുന്നറിയിപ്പ് കൊടുത്തു. യിസ് വ്യവഹാറിനെ, ഈ ഒരു സംഭവം ഹാൾക്കോ ഘസി ഘർമേം ബദൽ ദിയ, ഹാളിനെ മുഴുവനും ഒരു ചിരി വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇസ്കെ ബാദ് ഉസ്നെ ദർശകോം സെ ബാത്ചീത് കി, അതിനുശേഷം ആ കുട്ടി ദർശകരോട്, കാണികളോട് സംഭാഷണം നടത്തി, നൃത്തിക്കിയ, ഡാൻസ് ചെയ്തു. ഓർ അപ്നി മാം സഖ്ത് കൈ ഗായകോം കി നക്കൽ ഉദാരി, അമ്മ തുടങ്ങി ഒരുപാട് ഗായകരെ അവൻ അനുകരിച്ചു. ദർശകോംനെ ഖുഷി സെ താരിയാം ബജാക്കർ, കാണികൾ സന്തോഷം കൊണ്ട് കൈയടിച്ചു. ചാർലിക്ക് അഭിനന്ദൻ കിയ, ചാർലി അഭിനന്ദിച്ചു. ലോകോംനെ ഉസ്മേം ഏക് മഹാൻ കലാകാർ കോ ദേഖ് ലിയാ ഥാ, അവനിൽ ഒരു വലിയ കലാകാരനെയാണ് ആളുകൾ കണ്ടത്. അടുത്ത സൂചന, ബസന്ത് മേരെ ഗാവ് കാ ലേഖ ഏകാംശ പഠേ ഓർ. ബസന്ത് മേരെ ഗാവ് കാ എന്ന ലേഖനത്തിന്റെ ഈ ഭാഗം വായിച്ചിട്ട് 17 से 19 तक के प्रश्नों के उत्तर लगे, 17 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. പാസേജ് ഇതാണ്. ഭൂൽ ദേയി കി വിദായി കെ സാത്ത് വസന്ത് കായ് ഉത്സവ് സമാപ്ത് ഹോ ജാത്താ ഹെ. ഭൂൽ ദേയി വിട പറയുന്നതോടുകൂടി വസന്തകാലത്തെ ആ ഉത്സവം സമാപിക്കുകയാണ്. അന്തിമ ദിൻ, അവസാന ദിവസം, ഇകട്ടി കി ഗയി, കളക്ട് ചെയ്ത, സാമഗ്രീസെ, സാധനങ്ങൾ കൊണ്ട്, സാമൂഹിക ഭോജ് ബനായ ജാത്താ ഹെ, സാമൂഹിക ഭക്ഷണം തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ഇസ് ആയോജന്മേ, ഈ പരിപാടിയിൽ, ബഡോം കി ഭൂമിക, മുതിർന്നവരുടെ ജോലി, കേവൽ സലാഹ് ദേനേ തക്ക് സീമിത് ഹോതി ഹെ, ഉപദേശം കൊടുക്കുക മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു. ബാക്കി സാരേ കാം, ബാക്കിയുള്ള എല്ലാ ജോലികളും ബച്ചേ കർത്തേ ഹെ, കുട്ടികളാണ് ചെയ്യുന്നത്. 17ാമത്തെ ചോദ്യം, സഹി വാക്യ കോൻസാ ഹെ, ശരിയായ വാക്യം ഏതാണ്?
അതിൽ 4 കൊടുത്തിട്ടുണ്ട്. അതിൽ രണ്ടാമത്തതാണ് ബച്ച കാം കർത്താഹെ. ബച്ച പുല്ലിംഗ ഏകവചനമാണ്, കാം കർത്താഹെ. കർത്താഹെ പുല്ലിംഗ ഏകവചനമായതുകൊണ്ടാണ് കർത്താഹെ വന്നത്. അടുത്ത 18ാമത്തെ ചോദ്യം, ഭൂൽദേയി ത്യോഹാർ മേ ബഡോം കി ഭൂമിക ക്യാ ഹെ. എന്താണ് മുതിർന്നവരുടെ ജോലി? രണ്ടാമത് കിടക്കുന്ന സലാഹ് ദേന. ഇനി 19ാമത്തെ ചോദ്യം, വാക്യ പിരാമിഡ് കീ പൂർത്തീകരയും. വാക്യ പിരാമിഡ് തയ്യാറാക്കാനാണ്. നമ്മളിത് പലതരത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ വാക്യങ്ങളെ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുകയാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2 തരത്തിൽ ചോദിക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 2 അഡീഷണലായി 2 വാക്ക് തന്നിരിക്കുകയാണ്. ആ വാക്കുകൾ കൂട്ടിച്ചേർത്ത് നമ്മൾ എഴുതണം. അപ്പോൾ ആദ്യത്തെ സെന്റൻസിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ രണ്ടാമത്തെ വരിയിലും കാണണം. ആ രണ്ടാമത്തെ വരിയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും തന്നെ 3ാമത്തെ വരിയിലും കാണണം. അപ്പോൾ ആ ഒരു തരത്തിൽ അഡീഷണലായി ഒരു വാക്ക് ചേർത്താണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ബച്ചേ സുൻതേ ഹേ. രണ്ടാമത്തേനകത്ത് ബച്ചേ ഭൂൽ ചുൻതേ ഹേ. മൂന്നാമത്തേൽ നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ നമുക്കിത് എഴുതാം. അപ്പം ഞാനൊരു മോഡൽ എഴുതിയിരിക്കുന്നു. അതിൽ നിന്ന് അർത്ഥവ്യത്യാസം വരാതെ നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും എഴുതാം. ബച്ചേ സുന്ദർ ഭൂൽ ചുൻതേ ഹേ. ബച്ചേ പഹാഡോം സേ സുന്ദർ ഭൂൽ ചുൻതേ ഹേ. ഈ രൂപത്തിൽ നമുക്ക് എഴുതാം. എല്ലാവരും ഈ വീഡിയോ പലതവണ കണ്ട് നന്നായി മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കണം. കഴിഞ്ഞ വർഷത്തെ ആനുവൽ എക്സാമിനേഷൻ്റെയും മറ്റ് പല പ്രീവിയസ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസും ഞാൻ ചേർത്തുള്ള വീഡിയോകൾ ഉടൻ തന്നെ ഇടുന്നതാണ്. അതുപോലെ 10ാം ക്ലാസ്സിലെ റിവിഷന് വേണ്ടിയുള്ള ഓരോ പാഠത്തിൻ്റെയും വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ എല്ലാവരും കാണുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം. നമുക്ക് മറ്റ് വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.